മുസ്ലിം ലീഗ് നേതാവ് പി.എ. ജബ്ബാർ ഹാജിക്കെതിരെ അപവാദ പ്രചരണം. മലപ്പുറം പച്ചപ്പട വ്യാജ ഫേസ്ബുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം ഡിലീറ്റ് ചെയ്തു. വ്യാജ പ്രചരണത്തിനെതിരെ നിയമ നടപടി തുടരുമെന്ന് പി.എ. ജബ്ബാർ ഹാജി. മലപ്പുറം പച്ചപ്പട എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജിൽ വ്യാജ നിർമ്മിതമായി വളരെയേറെ പ്രചരണം നടത്തി തെറ്റായ വാർത്തകൾ, ഞാൻ പറയാത്ത കാര്യങ്ങൾ എൻ്റെ പേരിൽ പ്രചരിപ്പിച്ചപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് ഭരണാധികാരി കൂടിയായ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്കും ബഹുമാനപ്പെട്ട മലപ്പുറം പോലീസ് സൂപ്രണ്ടിനും സൈബർ സെല്ലിനും കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കലക്ടർ ഇന്ന് ആ പേജിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കുകയും അത് അടച്ചുപൂട്ടാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി എന്നാലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരുന്നവരെ, അവരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നവരെ ഞാൻ നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങും. ബഹുമാനപ്പെട്ട കലക്ടറും അതുപോലെ പോലീസ് സൂപ്രണ്ടും ഒക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവരുടെ പേരിൽ ശക്തമായ നടപടി എടുക്കും എന്നുള്ള കാര്യം കൂടി ഉറപ്പ് നൽകിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാവും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അരീക്കോട് ഡിവിഷൻ UDF സ്ഥാനാർത്ഥിയുമായ പി.എ. ജബ്ബാർ ഹാജിയുടെ പരാതിയിൽ മലപ്പുറം പച്ചപ്പട എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് പരിശോധിക്കുമ്പോൾ പേജ് അപ്രത്യക്ഷമായ നിലയിലാണുള്ളത്. മലപ്പുറം പോലീസ് സൂപ്രണ്ടിന് ജില്ലാ ഭരണാധികാരി കൂടിയായ കലക്ടറുടെ അധ്യക്ഷതയിൽ വ്യാഴാഴ്ച ചേർന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ജില്ലാതല മീഡിയ റിലേഷൻ സമിതി നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നു. ജബ്ബാർ ഹാജിക്കെതിരെ വ്യാജ ഫേസ്ബുക്ക് പേജിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഫോട്ടോയും മത സാംസ്കാരിക നേതാക്കന്മാരെയും ഉൾക്കൊള്ളിച്ച് നിരന്തരം അപകീർത്തികരവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഈ പേജ് പ്രചരണം നടത്തിയിരുന്നത്. പേജ് നീക്കം ചെയ്തെങ്കിലും കർശന നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ജബ്ബാർ ഹാജി അറിയിച്ചു. സമൂഹത്തിൽ കലാപവും വിദ്വേഷവും പരത്തണമെന്ന ഉദ്ദേശത്തിൽ ഫേസ്ബുക്ക് ഉപയോഗപ്പെടുത്തുന്നതായും ഇത് വിശ്വാസയോഗ്യമെന്ന നിലയിൽ ധാരാളം പേർ ഷെയർ ചെയ്യുന്നതായുമാണ് പരാതിയിൽ ലഭിച്ചത്. ഗ്രൂപ്പിൽ നിന്നുള്ള പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടും വിശദാംശങ്ങളും പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 10 അരീക്കോട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.